ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് സ്റ്റീം ചെയ്തെടുത്തതാണ്. അപ്പം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് ഇനി വേണ്ടത് മുളക് വേണം. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. അത് കുറച്ച് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതിന്റെ തൊലി ഉരിച്ച് കളഞ്ഞിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മള് വെളുത്തുള്ളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ചതയ്ക്കാനാണ്. ഞാൻ വേറെ 2 ഇത് മുളക് കണ്ടിച്ച് വെച്ചിട്ടുണ്ട് ചതയ്ക്കാനായിട്ട്. അപ്പൊ നമുക്ക് ചതയ്ക്കാം. അപ്പൊ ഇത് നല്ലോണം അരയണ രീതിയിൽ ചതച്ചെടുക്കാം. ചതച്ചെടുക്കണതിന് മുമ്പ് ഉള്ളി ഇടാൻ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഉള്ളി ഇടാം. അപ്പം നമ്മൾ ഇത് ചതച്ചതെല്ലാം കൂടെ കോരിയെടുത്ത് ഇതിലോട്ട് ഈ പരുവത്തിൽ വേണം ചതച്ചെടുക്കാനുള്ളത്. നമുക്ക് നേരെ മേക്കിംഗ് പ്രൊസീജിയറിലോട്ട് നടക്കാം. അപ്പം നമുക്ക് വേണ്ടത് നമ്മൾ ചതച്ചെടുത്ത വെളുത്തുള്ളി, പച്ചമുളകും, പിന്നെ കുരുമുളക്, പിന്നെ മുളക് പൊടി, ജീരകം, ഇത് പെരുംജീരകമാണ്, മഞ്ഞപ്പൊടി, ഉപ്പ്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു പാൻ എടുത്തിട്ട് അത് ഇതിലോട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. ഇത്ര പാകത്തോളം വെള്ളം ഒഴിക്കണം. സ്റ്റൗ കത്തിച്ചു കൊടുക്കാം. അപ്പം സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഞണ്ട്. നമ്മൾ 3 ഞണ്ട് എടുത്തിട്ടുണ്ട്. ഓരോ ഞണ്ടിനെ ഇതിലോട്ട് ഇടാം. ഞണ്ടിനെ ഇടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നല്ലോണം വൃത്തിയാക്കണം. ഇതിൻ്റെ അകത്തുള്ള ഒന്നും നമ്മൾ എടുത്ത് കളഞ്ഞിട്ടില്ല. നമുക്ക് ഈ ഇഞ്ചി പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇച്ചിരി മതി. ഇത് ചതച്ച ജീരകം, ഇച്ചിരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് തിളയ്ക്കണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഏകദേശം നമ്മളെ ബോയിൽ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളെ ഞണ്ട് നല്ലോണം ചുമന്ന് ഇരിക്കണം. ഇതിന് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് വറ്റും. വറ്റിയിട്ടാണ് എടുക്കേണ്ട. അപ്പം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പം നമ്മൾ വേവാൻ വെച്ചിരുന്ന ഞണ്ട് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം.
അപ്പൊ നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം. പങ്കര ചൂട് 2 നണ്ടും കൂടെ കൂടി വന്നു. ഒരു ഞണ്ടും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് എടുക്കാം. നമ്മളെ ഞണ്ടാണിത്, നല്ലോണം വെന്തിട്ട് ഉണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പങ്കര കരച്ചിൽ ഇത് ടേസ്റ്റ് ചെയ്യാം. അത് എന്നാ തരാൻ പോണം, അന്ന ഉണ്ടാക്കിയതാ. വാലിന്ന് തുടങ്ങാൻ ഇതിങ്ങനെ എടുക്കുമ്പോ പങ്കര ചൂടാ. അതുകൊണ്ട് ഇതാണ് ഇതിന്റെ അവസ്ഥ. ഇത് തോന്നിപ്പോയി. നല്ല ചൂട്. അതാണ് ഇതിന്റെ ബേക്കില് നെയ്യുണ്ട്. ഇതിന്റെ ബേക്കിൽ അത്രയും കാണാൻ പറ്റില്ല. ഭയങ്കര ചൂടല്ല അത്. ഇവന്റെ പേര് ആദവ രാജനാണ്. ഇതാണ് നെയ്. അത് കടിച്ച് നോക്ക്. നമുക്കൊരു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നോക്കാം. ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് എല്ലാം നോക്കണം. അതിനെ കുത്തി പെരുത്ത് വയ്ക്കും. കൊള്ളാം. ഓക്കെ, കൊള്ളാമോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പറയാതെ. ഓക്കെ, ബൈ പറ. ഫ്രണ്ട്സിൻ്റെ അടുത്ത് ബൈ പറ. ബൈ എന്ന് പറ. അതിന് പങ്കരമാണ്.